Migration to the Middle East has shaped social and economic life of Kerala for decades. These migration stories are often told through the experience of men working in the Middle East. Yet alongside this history exists another story, one that often remains less visible. It is the story of women who migrate as domestic workers to the Middle East. ബേജാറിയിരുന്നു അന്നത്തെ കാലത്ത് ഗൾഫിക്ക് പോകുമ്പോൾ തൊട്ടയൽ വീട്ടിലെ ആൾക്കെന്ന് ഒരു വള വാങ്ങി പണയം വെച്ചിട്ടാണ് ഗൾഫിക്ക് പോയത്. കൊടുക്കാൻ യാതൊരു വഴിയും തന്നില്ല. ഇവിടെ വന്ന് വിശന്നിട്ടാണെങ്കിൽ നിൽക്കാൻ വയ്യ, വെള്ളത്തിന് ദാഹിച്ചിട്ട് വയ്യ, വിയർത്തിട്ട് വയ്യ, ഭാഷ അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടപ്പെടുക. പക്ഷെ പണി ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ 5 മണിക്ക് സുബഹിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ ഉച്ചക്ക് 3 മണിക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. അത് വരെയും പണിയാണ്. അതെനിക്ക് ഭക്ഷണവും തരില്ല, ഉറങ്ങാനും സമ്മതിക്കില്ല, വെള്ളവും തരില്ല, ഒന്നും തരാതെ 6 മാസം ഞാനത് അവിടെ കഷ്ടപ്പെട്ട് നിന്നു. അയാളിങ്ങനെ എന്തോ നമ്മൾ പെണ്ണുങ്ങളെ വയ്യേക്ക് ഇങ്ങനെ നടക്കി അങ്ങനത്തെ ഒരു വെറിയ പ്രായമുള്ള മനുഷ്യനെ വളഞ്ഞുണ്ട്. അപ്പം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്ന വീടുകളിലൊന്നും നമുക്ക് കയറാൻ പാടില്ല. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ക്ഷേമനിധി അല്ലെ ഏത് വിഷയത്തിൽ നമുക്ക് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. ചിലർ പറഞ്ഞു ഞാൻ അറബിച്ചിനെ കൊന്നിട്ടാ ജയിലായിരുന്നു, അങ്ങനെയും പറഞ്ഞവരുണ്ട്. The Migration Story.